തിരുവനന്തപുരം കിംസ് ആരുടേതാണോ? കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആരുടേതാണ്? എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആരുടേതാണ്? ഓരോന്ന് മാറിക്കൊണ്ടു. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആശുപത്രികൾ വാങ്ങിക്കാൻ. ബ്ലാക്ക് സ്റ്റോൺ നിങ്ങൾ അന്വേഷിക്കൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ അടിത്തറയുള്ള വൻകിട കുത്തകകൾ നേരെ കേരളത്തിലേക്ക് വന്ന് ആശുപത്രി വാങ്ങുകയാണ്. മിക്കതും വാങ്ങിക്കഴിഞ്ഞു. വൻതോതിലുള്ള ഒരു ആഘോഷമാണ് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒപ്പം അച്ചടി മാധ്യമങ്ങൾ നടത്തുന്നത്. എന്താണ് വസ്തുത, യാഥാർത്ഥ്യം? ഈ പ്രചരണം സൃഷ്ടിക്കുന്ന പ്രതീതി എന്താണ്? എന്താ പ്രതീതി? അസുഖം ബാധിച്ചാൽ ഒരാൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോയിക്കൂടാ. പോയാൽ അപകടമാണ്. നിങ്ങളെ വയറ്റിനുള്ളിൽ ചിലപ്പോൾ കത്രികയിട്ടിട്ട് തുന്നും. നിങ്ങളെ കാര്യം പോക്കാണ്. ഇതല്ലേ അതുകൊണ്ട് ഒരു പ്രേക്ഷകന്റെ മനസ്സിലുണ്ടാവുക. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് വശമുണ്ട്. ഒന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ് കൂടെ പറഞ്ഞു, ശിശുമരണ നിരക്കിന്റെ കാര്യം. അമേരിക്കയെ നമ്മൾ പിന്നിലാക്കി ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ. എത്ര ആഘോഷപൂർവ്വം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണത്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 102-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ എന്ന ദരിദ്ര 3-ാം ലോക രാജ്യത്തെ പട്ടിണി റിപ്പബ്ലിക്കിലെ കേരളം എന്ന ഒരു തുരുത്ത് ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ പുറകിലാക്കി. ഇതിനിടയിൽ കഴിഞ്ഞ 2-3 ആഴ്ച മുൻപ് പുറത്തു വന്നൊരു വാർത്ത ഇതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആസ്പത്രിയിൽ, ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. എവിടെ? ആർക്കെങ്കിലും പറയാമോ? എവിടെ? എറണാകുളം ജില്ലാ ആശുപത്രിയിൽ. മെഡിക്കൽ കോളേജിൽ പോലും ഇന്ത്യയിൽ എല്ലാവർക്കും നടക്കുന്നില്ല. ഇന്ത്യയിലെ ആരോഗ്യ വിദഗ്ധന്മാർ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മനുഷ്യ ഹൃദയം മാറ്റിവെക്കുകയോ രാജ്യത്തെ ആദ്യത്തെ സംഭവമാണ്. എന്ത് പ്രാധാന്യമാണ് മാധ്യമങ്ങൾ? ഇന്ത്യയിൽ ആദ്യമായി ഒരു മെഡിക്കൽ കോളേജിൽ ഒരേ ദിവസം ഒരേ സമയം ഹൃദയം, ശ്വാസകോശം, കിഡ്നി 3ഉം മാറ്റിവെക്കപ്പെടും. മസ്തിഷ്കാഘാതം സംഭവിച്ച ഒരാളുടെ അന്ത്യാഭിലാഷ പ്രകാരം മാറ്റിവെക്കുക ഒരേ സമയമാണ്. അത് രാജ്യചരിത്രത്തിൽ ആദ്യമാണ്. ഡൽഹി എയിംസിനൊന്നും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 4.5 കൊല്ലം 2021 മുതൽ ഇങ്ങോട്ടുള്ള കാലം 24.5 ലക്ഷം മലയാളിയാണ് 24.5 ലക്ഷം ചികിത്സ തേടി സർക്കാർ ആശുപത്രിയിൽ എത്തി. അവർ ചികിത്സ തേടി വീടുകളിലേക്ക് മടങ്ങി. ആ 24.5 ലക്ഷം മലയാളികളുടെ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെട്ട പണം 7,702 കോടിയാണ്. ഇതൊരു സർവകാല റെക്കോർഡാണ്. അപ്പോഴാണ് പറയുന്നത് അതിൽ 44 പരാതി ഉണ്ട് എന്നാണ്. 44 പരാതി, 24 ലക്ഷം പേര് ചികിത്സ തേടുന്നു. ലോകത്തിലെ ഇത്തരം രംഗത്ത് ഉയർന്നു വരുന്ന പരാതികളുടെ 100-1 ഇല്ല. ഓപ്പറേഷൻ നടത്തിയപ്പോ കത്രിക അല്ല മറ്റു ഉപകരണമോ വൈറലായി പോയി, അത് ന്യായീകരിക്കാനല്ല, ഒരു ന്യായമില്ല. അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്, തെറ്റാണ്, പെശകാണ്, അബദ്ധമാണ്. കൃത്യമായി പരിശോധന നടത്തി നടപടി സ്വീകരിച്ച് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായതെല്ലാം കൈക്കൊള്ളണം. അതേ ചെയ്യാൻ പറ്റും. എന്നാൽ ലോകോത്തരമായ ആരോഗ്യ മേഖലയെ ഇത്തരം സംഭവങ്ങളുടെ പേരിൽ കരിതേച്ച് കാണിക്കുന്നത് ആരെ സഹായിക്കാനാണ്? ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ വിരോധം ഒരു കാരണം. എന്നാൽ അത് മാത്രമല്ല, ഗവൺമെന്റ് ആശുപത്രികൾ മാത്രമല്ല, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളും ലോക പ്രശസ്തമാണ്, ഒരു സംശയമില്ല. മികച്ച സ്വകാര്യ ആശുപത്രികൾ കൂടി ചേരുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം. ആ സ്വകാര്യ ആശുപത്രികളെല്ലാം ഇപ്പൊ നമ്മുടേതല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട ബഹുരാഷ്ട്ര കുത്തകൾ വാങ്ങുകയാണ്. തിരുവനന്തപുരം കിംസ് ആരുടേതാണോ? കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആരുടേതാണ്? എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആരുടേതാണ്? ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആശുപത്രികൾ വാങ്ങിക്കാൻ. ബ്ലാക്ക് സ്റ്റോൺ നിങ്ങൾ അന്വേഷിക്കൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ അടിത്തറയുള്ള വൻകിട കുത്തകകൾ നേരെ കേരളത്തിലേക്ക് വന്ന് ആശുപത്രി വാങ്ങുകയാണ്. മിക്കതും വാങ്ങിക്കഴിഞ്ഞു. ചെല്ലുമ്പോൾ പഴയ ഡോക്ടറായിരിക്കും, കൗണ്ടറിലൊക്കെ ഇരിക്കുന്ന പഴയ ആളായിരിക്കും, മുതലാളി മാറി. അമേരിക്കൻ കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ, പ്രധാനമായും ബ്ലാക്ക് സ്റ്റോൺ കേരളത്തിലെ ആശുപത്രികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും ഒക്കെ വാങ്ങി. അപ്പോ ഈ പ്രചരണം നടക്കുമ്പോ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിലൊരു ആദ്യം ഉണ്ടാക്കുക, അയ്യോ ഓപ്പറേഷൻ ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നാ വയറ്റിൽ കത്രിയായി പോവോ, എന്നാ വേണ്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവാം. സ്ഥലം വിറ്റോ, ലോൺ എടുത്തോ, കടം വാങ്ങിയോ ഈ ആളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാലേ ബ്ലാക്ക് സ്റ്റോണിന്റെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടും. അപ്പോ സർക്കാർ ആശുപത്രികളെ ഇകഴ്ത്തി കാണിക്കുന്നതിന്റെ പിന്നിൽ
ഈ ഒരു മുതലാളിത്ത താല്പര്യം കൂടി ഉണ്ടെന്നും രാഷ്ട്രീയ വിരോധവും ഈ താല്പര്യവും ഒത്തുചേരുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുക വാർത്തയല്ല, ഇത്തരത്തിലുള്ള ചില പ്രതീതികളാണ് എന്നും തിരിച്ചറിയാതെ പോകരുത് എന്നു കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും.